നമസ്കാരം. സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തുടരുകയാണ്. റേഷൻ വ്യാപാരികളും KSRTC ജീവനക്കാരും പരസ്യമായി സമരരംഗത്തേക്ക് ഇറങ്ങി വന്നു. സപ്ലൈകോ, സാമൂഹിക ക്ഷേമ പെൻഷൻ എന്നിവയെല്ലാം പ്രതിസന്ധിയിൽ നിന്നും വേച്ച് കരകയറുന്നതേയുള്ളൂ. ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും PSC അംഗങ്ങൾക്ക് വാരിക്കോരി ശമ്പളം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് സംസ്ഥാനത്ത് വൻ വിവാദത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. PSC ചെയർമാന് ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവും അംഗങ്ങൾക്കുള്ള ശമ്പളം ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവുമാക്കിയുള്ള വർധനവിനാണ് മന്ത്രിസഭാ യോഗം അനുമതി നൽകിയത്. ഇതോടെ ചെയർമാന് 2,24,100 രൂപയും അംഗങ്ങൾക്ക് 2,19,090 രൂപയുമായി മാസശമ്പളം ലഭിക്കും. മറ്റ് ആനുകൂല്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ ഇത് യഥാക്രമം 4 ലക്ഷവും 3.75 ലക്ഷവുമായി മാറും. മറ്റു സംസ്ഥാനങ്ങളിലെ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും വേതന വ്യവസ്ഥകൾ പരിഗണിച്ചാണ് വർധനയെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. വിവാദങ്ങളെ തുടർന്ന് 2 തവണ മാറ്റിവെച്ചിരുന്ന ശുപാർശയാണ് ഇപ്പോൾ നടപ്പിലാക്കിയത്. സർക്കാർ കടക്കണിയിൽ ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനവില്ല, ക്ഷേമ പെൻഷനും മുടങ്ങി, വയനാട് പുനരധിവാസത്തിനും വേണ്ടത്ര പണമില്ല. എന്നിട്ടും PSC അംഗങ്ങൾക്ക് വാരിക്കോരി ശമ്പളം നൽകിയത് രാഷ്ട്രീയ വിധേയത്വം തുടരാനാണെന്ന് സൂചന. അയൽപക്കത്ത് തമിഴ്നാട്ടിൽ 4, ആന്ധ്രയിൽ 8, കർണാടകയിലും തെലങ്കാനയിലും 10 വീതവും മാത്രം അംഗങ്ങളുള്ളപ്പോൾ കേരളത്തിൽ 21 പേരാണ് PSCയിലുള്ളത്.